നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരായ ആക്രമണത്തിലും തുടർന്ന് ഗാസയിലേക്ക് നടത്തിയ തിരിച്ചടിയിലും ഹമാസ് നേതാവ് യഹ്യ സിൻവാറിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ICC അറസ്റ്റ് വാറന്റ് അയക്കുന്നത് പരിഗണിക്കുന്നത്. യുദ്ധക്കുറ്റം, മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ചാണിത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറിനും മറ്റ് ഉന്നത ഹമാസ് നേതാക്കൾക്കും വാറന്റ് പരിഗണിക്കുന്നുണ്ടെന്ന് ചീഫ് പ്രോസിക്യൂട്ടർ കരീം ഖാൻ പറഞ്ഞു. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ നേരത്തെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഉന്മൂലനം, കൊലപാതകം, ബന്ദികളാക്കൽ, ബലാത്സംഗം, തടങ്കലിൽ ലൈംഗികാതിക്രമം എന്നീ കുറ്റങ്ങളാണ് ഹമാസ് നേതാക്കളായ സിൻവാർ, ഹനിയ അൽ മസ്രി എന്നിവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കുറ്റങ്ങളിൽ ഉന്മൂലനം ചെയ്യുക, പട്ടിണിക്ക് കാരണമാക്കുക, മാനുഷിക ദുരിതാശ്വാസ സാമഗ്രികൾ നിഷേധിക്കുക, സംഘർഷത്തിൽ സാധാരണക്കാരെ ബോധപൂർവം ലക്ഷ്യം വെക്കൽ എന്നിവയാണ് നെതന്യാഹുവിനും ഗാലറിനുമെതിരെ ചുമത്തിയിരിക്കുന്നതെന്നും ICC ചീഫ് പ്രോസിക്യൂട്ടർ പറഞ്ഞു. നെതന്യാഹുവിനെയും ഗാലറിന്റെയും ഖാൻ ലക്ഷ്യമിടുന്നുവെന്ന പ്രഖ്യാപനം ഒരുപക്ഷെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇത് ആദ്യമായാണ് ഒരു ICC ചീഫ് പ്രോസിക്യൂട്ടർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സഖ്യകക്ഷികളുടെ നേതാക്കളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അടുത്ത കുറച്ചു മാസത്തേക്ക് ICCയുടെ പ്രീ ട്രയൽ ചേംബറിൽ ജഡ്ജിമാരുടെ ഒരു പാനൽ അറസ്റ്റ് വാറന്റുകൾക്കായുള്ള ഖാന്റെ അഭ്യർത്ഥന അവലോകനം ചെയ്യും. 2015-ൽ അധിനിവേശ പാലസ്തീൻ പ്രദേശത്ത് നടന്ന എല്ലാ കുറ്റകൃത്യങ്ങളുടെയും അധികാര പരിധി ICCക്ക് ലഭിച്ചിട്ടുണ്ട്. ഇസ്രായേൽ നേതാക്കൾക്കുള്ള ഖാന്റെ അറസ്റ്റ് വാറന്റ് നിരസിക്കാൻ ഇസ്രായേലിന്റെ സഖ്യകക്ഷികൾ ജഡ്ജിമാരിൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചേക്കുമെന്ന് ആശങ്കയുണ്ടെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.